രഹസ്യങ്ങളുണ്ട്. പലതും നീ കാണും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇതായിരുന്നു നിന്നെ ആദ്യം കണ്ടപ്പോ എന്റെ മൈൻഡിലുള്ള സൗണ്ട്. ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചേക്കണേണോ? ലൈറ്റ് കിട്ടാൻ വേണ്ടില്ലാണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ലൈറ്റ് വെക്കുക. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്റെ പേഴ്സണൽ ഒരു അപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ അധികം പോലില്ല. അത് എന്തൊക്കെ അറിയണം. എന്നാ പോവാ. പക്ഷെ ക്യാമറ പറ്റൂല. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അപ്പൊ ഇതാണ് തൊപ്പിയുടെ റൂം. തൊപ്പി ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന എന്തായി റൂമിലിരുന്ന്? അടിയോടടി. ഈ റൂമിലിരുന്ന് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ? ഞാൻ ചിന്തിക്കലില്ല. അതിന് ഒരു ബുദ്ധി വേണം. അതിവനില്ല. അതൊരു ഗേ ക്വസ്റ്റ്യൻ. അത് നമ്മളങ്ങനെ അധികം ചിന്തിക്കലില്ല. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എന്നാലും ഒരു മീ ടൈം, എല്ലാ തിരക്കൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വന്ന് കിടക്കുന്ന അതാണ് നമുക്ക് കുറച്ച് സമയം ചിന്തിക്കാം. വേണ്ടേ? ചിന്തിച്ചു നോക്കട്ടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ. എന്റെ ദൈവമേ, കുറെ നാളാ ഇന്നിനെ സഹിക്കുന്നു. വേണ്ടാന്ന് വെക്കുന്നോറും. പിന്നെ അണ്ടി മുന്തിരി ഇതെല്ലാം കഴിച്ചോട്ടെ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാകുന്ന സംഭവം മൂന്നൂന്റെ അണ്ടി മമ്മു കക്കും. മൂന്നൂന്റെ അണ്ടി മമ്മു കക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഏത് മാഷാണ് നിന്നെ പഠിക്കും? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. ഈ വീട്ടിലേക്ക് നിങ്ങൾ കേറി വരുന്നതിന് മുന്നേ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയതിനു ശേഷമുള്ള നമ്മളല്ല ഈ നമ്മള്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്നിട്ട് കാരണം ഇവിടെ ആരും ഡ്രസ് ഇടില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എല്ലാരും ഷഡ്ഡി പുറത്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. ഇവൻ മാത്രമേ ഇവിടെ ഡ്രസ് ഇട്ട് നടക്കുന്ന ഒരാളുള്ളൂ. ബാക്കി എല്ലാരും ഷഡ്ഡി അല്ലെങ്കിൽ ട്രൗസർ. അതിന്റെ അപ്പുറത്ത് ഒരു സാധനം ഇടല്ല. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പിന്നെ ചില ആൾക്കാർ അതും ഇടൂല, ഒന്നും ഇടാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, കാര്യം പറയല്ലേ, ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാ ഔചിത്യം എന്നൊരു സാധനം ഉണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ജാസി ഇവിടെ എന്താ ചെയ്യാറ് കൂടുതൽ? നീ എന്താ കൂടുതൽ സമയം ഇവിടെ ചെയ്യല്? അങ്ങനെ ചെലവഴിക്കല്, അതായത് കുക്ക് ചെയ്തിട്ട് ബാക്കി സമയം കിട്ടലുണ്ടോ എനിക്ക്? ഞാൻ നിന്നോട് ഇതൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. നീ എന്താ റൂമിൽ ചെയ്യല്? നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നല്ല വീട്, നല്ല ആൾക്കാര്, നല്ല അടക്കം ഒതുക്കമുള്ള പയ്യന്മാർ. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.